ഞാനൊരു പാട്ട് കേട്ടതായിട്ടാ. നമ്മുടെ അമൃതം ഗമയ അമൃതയുടെ പുതിയൊരു പാട്ടായിരുന്നു. അമൃത സുരേഷ് പുതിയൊരു പാട്ട് അഭിരാമി. ഇപ്പൊ അവരുടെ ഒരു പാട്ട് ഇറങ്ങി 2 ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് അയച്ചതാ. അപ്പം ഒന്ന് കേട്ടാലോ? കേട്ടാ. ജനറേറ്റഡ് വീഡിയോ അല്ലേ? ചെയ്യുന്നതും ചെയ്യാത്തതും തെറ്റാണ്. ചെയ്യുന്നതെല്ലാം ചെയ്യാത്തതും എന്ത് ചെയ്താലും തെറ്റാണ്. ഇങ്ങനെ മാറി തടഞ്ഞാലും മാറി നടന്നാലും പഠിച്ചാൽ എല്ലാം തെറ്റാണ്. ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നിയത് എന്താണെന്ന് കാണിക്കുന്നുണ്ടോ? അതുപോലെ റാൻഡായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഒരു പോയിന്റ് എത്തുമല്ലോ. ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയുന്നത്. ഒരാള് ചെയ്തപ്പോൾ അത്തരം പേർക്ക് അത് എന്തോരം ആയിരിക്കും കാണിക്കുന്നത്. അതാ, ഒരാൾ ബ്രേക്ക് ചെയ്തപ്പോൾ എല്ലാവരും ബ്രേക്ക് ആയി. തെറ്റുകൾക്കെതിരെ ആഞ്ഞടിക്കണം എന്നാണ്, ശരിക്കും ഇരിക്കണം എന്നാണ്. എവിടെയാണല്ലോ അങ്ങനെയാണ്. തെറ്റുകൾ കണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് തിരുത്തുക തന്നെയാണ്.
മ്യൂസിക് കാന്താരയുടെ പോലില്ലേ? അത് രാഗമാണ് കാന്താരയുടെ. മ്യൂസിക് പ്രൊഡ്യൂസർ മിക്സർ ഫ്രാൻസിസ് സിബിൻ രാജ് ഇഷ്ടായോ? ഇഷ്ടമായി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. വല്ലാത്തൊരു ഇങ്ങനെ കൊളുത്തിപ്പിടിച്ച് വലിക്കുന്ന ഒരു മ്യൂസിക്കാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രോമാസ് ഒക്കെ കഴിഞ്ഞ് ഹീലിംഗ് ചെയ്യുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രിഗർ ആവുമെങ്കിൽ ഒരിക്കലും നിങ്ങളിത് റിയാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യമേ ഒന്ന് ഡിസ്ക്ലെയിമർ പോലെ ആഡ് ചെയ്യാം. അത് കേൾക്കാതിരിക്കുക. കാരണം എനിക്കറിയാം ഇത് ഈ പാട്ട് കേൾക്കുന്ന ഏത് കാലഘട്ടത്തിലുള്ള സ്ത്രീക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു അവസ്ഥയിലും എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്ന അവസ്ഥയാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ തെറ്റ്, ഇഷ്ടമുള്ളത് കഴിച്ചാൽ തെറ്റ് അല്ലെ? ചുറ്റിനും അങ്ങനെ CCTV പോലെ ഇരിക്കുന്ന നാട്ടുകാരെയൊക്കെ നമുക്ക് എല്ലാ കാലത്തിലും നമുക്ക് പരിചയമാണ്. കാലഘട്ടമൊക്കെ ഇപ്പൊ കുറെ മാറിയില്ലേ? തീർച്ചയായിട്ടും മാറി. പക്ഷെ അപ്പൊ പുതിയ ഇപ്പൊ സോഷ്യൽ എന്താ പറയാ സൈബറിന്റെ അടുത്താണ് നമ്മൾ എന്താ പറയാ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. നൂതനമായ രീതിയിലാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അല്ലെ? ഇപ്പൊ സൈബർ ഇടങ്ങളിലും ക്രൈമുകൾ നടക്കുന്നുണ്ട്, സൈബർ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ പറഞ്ഞ ഏത് കാലഘട്ടത്തിലും ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ ആ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അതില് പറയുന്നുണ്ടല്ലേ? എനിക്ക് അങ്ങനെയാണ് പറയുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഹെലോ ബച്ചോ എന്ന് പറയുന്ന ഫിസിക്സ് വാല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് അദ്ദേഹം ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഡൗൺ ട്രോഡൺ എക്കണോമിക്കലി ആസ് വെൽ ആസ് എന്താണേലും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു എപ്പിസോഡിൽ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു പയ്യൻ പറയുന്നതാണ്. അവന്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, നീ നന്നായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അവൻ പറയുകയാണ്, ഏക് ആദ്മി, ഒരാള് ഗരീബിയിൽ നിന്ന് പോവർട്ടിയിൽ നിന്ന് വെളിയിലേക്ക് വരികയാണെങ്കിൽ അവന്റെ കൂടെ 5 പേരെ ആ പോവർട്ടിയിൽ നിന്ന് ഉയർത്തും. കൂടുതൽ പേര് എംപവേർഡ് ആവും. അതിനകത്ത് പക്ഷെ പറയുന്നത്, ബട്ട് those 5 persons have to empower that person who is going to get out. हमको धक्का देना पड़ता है. ഒരാളെ പോവർട്ടിയിൽ നിന്ന് പൊക്കണമെങ്കിൽ ഒത്തിരി പേരുടെ സപ്പോർട്ട് അവർക്ക് വേണം. തീർച്ചയായിട്ടും ഒരു പാട്രിയാർക്കൽ ഒരു സിസ്റ്റത്തിന്റെ പോരായ്മകളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളുടെ ശത്രു. അപ്പൊ സ്ത്രീകൾ കുറച്ചും കൂടി സ്ത്രീകളെ അല്ലെ എംപവർ ചെയ്യാനും, കാരണം സ്ത്രീകൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? മനസ്സിലാക്കേണ്ടതാണ്, പക്ഷെ നടക്കുന്നില്ല. അപ്പം ആ ഒരു എന്തായാലും പറയാ പാട്രിയാർക്കൽ ആ ഒരു സൈഡ് പ്രശ്നങ്ങളെയൊക്കെ ഒന്ന്, അത് കുറെയൊക്കെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അത് ഏത് സിസ്റ്റത്തിനും അല്ലേ, ഇപ്പൊ നമ്മൾ വേറെ സിസ്റ്റം, ഏതൊരു സിസ്റ്റത്തിനും നല്ലതും ചീത്തതും കാണും. അതിന്റെ ചീത്തകളെ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹം ആകുമ്പോൾ നമ്മൾ ചീത്തകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയും കറക്റ്റ് അങ്ങനെ അതൊരു പ്രോസസ്സാണ്. ആൻഡ് ആ ഒരു പ്രോസസ്സില് നമ്മൾ പറയത്തില്ലേ, പെന്നീസ് മോർ മൈറ്റിയർ ദാൻ സോഡ് എന്ന് പറയുന്ന പോലെ, പെന്നീസ് മൈറ്റിയർ ദാൻ സോഡ് എന്ന് പറയുന്ന പോലെ ഈ ഒരു ആർട്ടും തീർച്ചയായിട്ടും ഒരു നവീകരണത്തിന്റെ ഒരു സ്ട്രോങ് ഒരു ടൂള് തന്നെയാണ്. അപ്പം ഇതുപോലെയുള്ള പാട്ടുകളും ഇതുപോലെയുള്ള കലാസൃഷ്ടികളും അല്ലെ, എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള ചേഞ്ചുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് ഇതുപോലത്തെ പാട്ടുകളായിരിക്കും എല്ലാ നല്ല മൂവ്സും ഓൾവേസ് വെൽക്കം. പിന്നെ ഇതിനകത്ത് മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതല്ലേ ഒരു സൂതിങ് അല്ല, നമ്മളിങ്ങനെ കാരണം ആ പാട്ട് രണ്ട് രീതിയിലാണ് അതിനെ വിചാരിക്കും. ഹോണ്ടിങ് അല്ലെങ്കിൽ പണ്ടത്തെ വിപ്ലവ ഗാനം എന്നൊക്കെ പറയുന്ന ഉള്ളില് തേങ്ങുന്ന ഇല്ലേ, തേങ്ങുന്ന ഒരു ആ ഒരു എമോഷൻ ഇതിന്റെ അകത്ത് മനസ്സിലാവും. ഈ കാന്താരയിലെ ആ നമ്മുടെ ഏതായിരുന്നു ആ പാട്ടിന്റെ പേരെന്തായിരുന്നു? കാന്താരയിലെ പാട്ട് ഏതായിരുന്നു? വരാഹരൂപം. അതിന്റെ അകത്ത് ഇടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അലർച്ചയല്ല, അതിനിടയ്ക്ക് യൂസ് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടല്ലോ, ഏകദേശം ഈ ഒരു ജോണറാണ്.
ജോണർ അല്ല ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് അതിന്റെ ചില ഗ്ലിംസസ് ഇതിന്റെ അകത്ത് വന്ന പോലെ എനിക്ക് തോന്നി. എന്റെ തോന്നലായിരിക്കും രാഗത്തിന്റെ സിമിലാരിറ്റി ആയിരിക്കും ചിലപ്പോ. അപ്പൊ ഈ ഒരു പാട്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ വിഷ്വലിനെ കുറിച്ച് എന്താണ്? വിഷ്വലിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ AI ജനറേറ്റഡ് നമ്മളാണോ കൺസെപ്റ്റ് കൊടുക്കുക? നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അതേപോലെയാണോ ചെയ്തിരിക്കുന്നത്? അതെ അതെ, ഇവരത് ചെയ്തിരിക്കല്ലേ. ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എഡിറ്റിംഗ് ആൻഡ് AI റിസാൽ ജൈനി നിതിൻ CK അവർ രണ്ടുപേരോട് ആണെന്ന് തോന്നി ഈ ഇതിന്റെ AI ചെയ്തിരിക്കുന്നത്. വളരെ നല്ല മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും സ്ത്രീക്ക് കൈവലങ്ങുണ്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നു, ചുറ്റും ഇരിക്കുന്നവരെല്ലാരും സ്ത്രീജനങ്ങളും പുരുഷജനങ്ങളും എല്ലാരും കൈകൊട്ടുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ദേ ആർ അപ്രീഷിയേറ്റിംഗ്. പക്ഷെ അപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ പെൺകുട്ടിയുടെ കാലില് ചങ്ങലുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഒരു റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് നല്ല കുട്ടി ഇമേജ് ഉള്ളവർക്ക് അങ്ങനെ പോകാം. പക്ഷെ നമ്മൾ അതിനെതിരെ ചോദ്യം ചോദിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നമായിട്ടും അതൊരു മിസ്റ്റേക്ക് ഒരു പിഴയായിട്ട് കാണുന്നെന്ന് തോന്നുന്നു. പലരും ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ തന്നെയാണിത്. എന്ന് വെച്ചാല് ചോദ്യം ചോദിക്കുന്നവരെ റിബൽ എന്ന് മുദ്ര കുത്തുന്ന ഒരു കാര്യം. എന്നും മാറ്റങ്ങളുണ്ടായി അനുഭവിക്കുന്നവര് റിബലായി പോകുമെന്ന് തോന്നുന്നല്ലേ, ഒരു അളവ് കഴിയും. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പറയുന്നില്ലേ ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അല്ല, മിക്ക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്റെയൊക്കെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാളിൽ നിന്നുണ്ടായാലും നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന കുട്ടിയുടെ നേരെ ഒരു വല്ലാത്ത നോട്ടത്തോടു കൂടിയാണ് ചുറ്റുമുള്ള പുരുഷന്മാരല്ല സ്ത്രീകളും എല്ലാരും നോക്കുന്നത്. ഇവരെന്തിനാ ഈ ഒച്ച എടുക്കുന്നത് എന്നുള്ള രീതിയിൽ, എന്തിനത് ഉണ്ടാതിരുന്നാ പോരെ എന്നുള്ള ഒരു നോട്ടമാണ്. അത് ഈ പറയുന്ന നല്ല കുട്ടി കൺസെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം അത് പല സ്ഥലങ്ങളിലും അതിനെപ്പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസും ഒത്തിരി ഡിബേറ്റ്സും ഒത്തിരി ലീഗൽ ഇഷ്യൂസും ഒക്കെ നടക്കുന്നുണ്ട്. എൻ്റെ അത് അതിനകത്ത് പറയുന്ന ഇതാണ് എന്താ ഇമേജ്. നല്ല കുട്ടി ഇമേജ് നല്ല കുട്ടി വിട്ടോണ്ടേ ഇമേജ്. സ്ത്രീക്ക് നല്ല ഇമേജ് വേണം. സ്ത്രീ ഷുഡ് ഓൾവേസ് ബി മുള്ളി വീണാലും സോറി, മുള്ളിന് തന്നെ കേടത്ത ഞാൻ പറഞ്ഞത്, ഇലക്ക് തന്നെ കേട. അതേപോലെ തന്നെ ഇപ്പം അതെന്തുകൊണ്ടാണ്, അല്ല ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എപ്പോഴും ഇലക്ക് കേടെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരു എന്തെങ്കിലും വരുമ്പോൾ അത് സ്ത്രീയുടെ മിസ്റ്റേക്കാണ്? എല്ലാം അതായത് മാറത്തണഞ്ഞാലും മാറി നടന്ന് പിറന്നാലും എപ്പോഴും എന്തുകൊണ്ടാണ് അത് സ്ത്രീ ഒരു മിസ്റ്റേക്ക് ആവുക? അതെങ്ങനെയാണ് സ്ത്രീ ഒരു തെറ്റുകാരിയാവുന്നത് എന്നുള്ള ഒരു ചോദ്യം ഈ പാട്ട് കണ്ടു കഴിയുമ്പോൾ ശരിയല്ലേ ആ പറയാം. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്നുള്ള, അതെന്തുകൊണ്ടാണ്? നമ്മൾ ഫിയർ ആണോ അതിന്റെ കാര്യം? നമ്മൾ സൈലന്റ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല എന്നുള്ള ആ ഒരു ഫിയർ കൊണ്ടാണോ നമ്മുടെ മേലോട്ട് ആ ഒരു എന്താ പാട്ട് കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയ? അത് ശരിയാണല്ലേ. അതെന്തുകൊണ്ടാണ് എപ്പോഴും ആ സ്ത്രീക്ക് മേലെ ആ ചോദ്യം വരുന്നത് എന്നുള്ളതാണ്. സ്ത്രീക്ക് മാത്രമാണോ? എനിക്കതറിയില്ല. സ്ത്രീക്ക് മാത്രമാണോ? സ്ത്രീക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. സ്ത്രീക്ക് മാത്രമാണോ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേയേറെ സ്ത്രീക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും പണ്ടത്തെ നിന്നൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, കുറെ കൂടെ മാറാനുണ്ട്. ഡെഫിനറ്റ്ലി ആ കാലങ്ങൾ വരുമെന്ന് വിശ്വസിക്കാം അല്ലേ. ഒരു നല്ല ലോകമൊക്കെ എനിക്കറിയില്ല അല്ലെ, എല്ലാ കാലത്തും ആ കാലഘട്ടത്തിന്റെ ആ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളത് കറക്റ്റ് ജനാധിപത്യ സമൂഹമാകുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇത് തന്നെയാണ് വേണ്ടത്. ആ മാറ്റത്തിലേക്കുള്ളൊരു ഇതാവട്ടെ ഇത്. തീർച്ചയായിട്ടും ഈ സോങ് അങ്ങനെ വളരെ ഒരു നല്ലൊരു തുടക്കത്തിന്റെ. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങരുത്. ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഈ പറയുന്ന ധന്യ പറഞ്ഞതുപോലെ സൊസൈറ്റിയിൽ ഒത്തിരി കാര്യങ്ങളിൽ അനീതിയും അക്രമവും നടക്കുന്നുണ്ട്. എല്ലാത്തിലേക്കും ഇതേപോലുള്ള പുതിയ ക്രിയേഷൻസ് വരട്ടെ. നാം ഓരോരുത്തരും നമ്മുടെ തൂലിക പടവുകളാക്കിക്കൊണ്ട് ഇതുപോലെ കാണുന്ന അസമത്വങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും നമ്മള് ശബ്ദമുയർത്തുക. ശരി. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ.